അങ്ങനെ നമസ്കാരം, ഏവർക്കും മഹാഭാരതം 11-ാം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജരാസന്ധനെ വധിക്കാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, അർജുനൻ, ഭീമൻ എന്നിവർ ചേർന്ന് മഗധയിലേക്ക് പുറപ്പെട്ടത്. അവിടെ ചെന്നു ജരാസന്ധനെ കാണുകയാണ്. ശ്രീകൃഷ്ണനും അർജുനനും ഭീമനുമൊക്കെ പൂണൂൽ ധരിച്ച് ബ്രാഹ്മണ വേഷത്തിലാണ് എത്തിയത്. ജരാസന്ധന് പൊതുവെ ബ്രാഹ്മണരോട് ഇച്ചിരി ഭ്രമം കൂടുതലാണ്. അദ്ദേഹം അവരെ ഉപചരിച്ചിരുത്തിയ കാര്യങ്ങളൊക്കെ കഥ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ജരാസന്ധൻ സാഗൂതം അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സ്നാത ബ്രാഹ്മണർ മാല ചൂടാറില്ല. നിങ്ങളുടെ കയ്യിൽ ഞാണിൻ്റെ തഴമ്പ് കാണുന്നുണ്ട്. നിങ്ങളുടെ മുഖത്ത് ക്ഷാത്ര തേജസ്സാണുള്ളത്. നിങ്ങൾ പെരുമ്പറകൾ തല്ലിത്തകർത്തു. നിങ്ങൾ എൻ്റെ അർച്ചനയൊന്നും സ്വീകരിക്കുന്നില്ല. ബ്രാഹ്മണർക്ക് വീര്യം വാക്കിൽ മാത്രമാണ്. നിങ്ങളുടെ പ്രവൃത്തികളൊന്നും ബ്രാഹ്മണർക്ക് യോജിച്ചു തരില്ല. നിങ്ങൾക്ക് ഒരു കൂസലും കാണുന്നില്ല. സത്യം പറയുക, നിങ്ങൾ ആരാണ്? കൃഷ്ണൻ പറഞ്ഞു, പുഷ്പത്തിൽ ഐശ്വര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പുഷ്പം ധരിക്കുന്നു. ക്ഷത്രിയൻ ബഹുവീര്യനാണ്. അത് കാണാൻ അങ്ങയ്ക്ക് മോഹമുണ്ടെങ്കിൽ നിശ്ചയമായും അങ്ങത് കാണും. കാര്യത്തിനു വേണ്ടി ശത്രുവിൻ്റെ ഗൃഹത്തിൽ എന്ത് ഉപായം പ്രയോഗിച്ചും കടക്കാം. അത് ധർമ്മമാർഗമാണ്. ശത്രുവിൻ്റെ ഗൃഹത്തിൽ കടന്നാൽ പിന്നെ അവൻ്റെ അർച്ചന സ്വീകരിക്കാൻ പാടില്ല. ജരാസന്ധൻ, ഞാൻ നിങ്ങളുടെ ശത്രുവാണെന്ന നിലയിൽ നിങ്ങൾ സംസാരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തതായി ഓർക്കുന്നതുമില്ല. പിഴ ചെയ്യാത്ത എന്നെ വൈരിയായി കണക്കാക്കുന്നത് ധർമ്മമാണോ? കൃഷ്ണൻ ചോദിച്ചു. നാടുവാഴുന്ന രാജാക്കന്മാരെ നീ ബന്ധിച്ചു തടവിലാക്കിയിരിക്കുകയല്ലേ? മാന്യനായ ഒരു രാജാവ് സാധുക്കളായ രാജാക്കന്മാരെ ഹിംസിക്കുമോ? രാജാക്കന്മാരെ രുദ്രനു ബലിയർപ്പിക്കാനല്ലേ നീ ഒരുങ്ങിയിരിക്കുന്നത്? നരബലി ഒരു ശാസ്ത്രത്തിലും വിധിച്ചിട്ടില്ല. അത് ചെയ്യാൻ പോകുന്ന നീ ഏറ്റവും വലിയ കുറ്റക്കാരനാണ്. നിന്നെപ്പോലെയുള്ള ക്ഷത്രിയർ വേറെ ഇല്ലെന്ന് വിചാരിക്കുന്നത് മൂഢത്വമാണ്. ബലത്തിലും നിനക്ക് തുല്യനായിട്ടോ നിന്നെക്കാൾ കേമനായിട്ടോ ചിലർ ഉണ്ടെന്നു വരാം. നീയുമായി പൊരുതാൻ വന്ന ഞങ്ങൾ ബ്രാഹ്മണരല്ല, ക്ഷത്രിയരാണ്. ഞാൻ കൃഷ്ണനാണ്. ഇവർ വീരന്മാരായ പാണ്ഡവന്മാരാണ്. നിന്നെ ഞങ്ങൾ പോരിന് വിളിക്കുന്നു. ഒന്നുകിൽ രാജാക്കന്മാരെ വിട്ടയക്കൂ, അല്ലെങ്കിൽ കാലപുരിക്ക് പോകൂ. ഒരു ക്ഷത്രിയൻ മറ്റൊരു ക്ഷത്രിയനെ ദ്വന്ദ്വയുദ്ധത്തിന് വിളിച്ചാൽ അത് സ്വീകരിക്കണമെന്നായിരുന്നു ക്ഷത്രിയ ധർമ്മം. ജരാസന്ധന് കൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ട് ഒരു കൂസലും ഉണ്ടായില്ല. അവൻ ക്ഷത്രിയധർമ്മം പാലിക്കാൻ തയ്യാറായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഒരുവനോടോ 3 പേരോടോ തന്നെയോ പോരാടാൻ തയ്യാറാണ്. ഒരാളിനോട് മാത്രം പോരാടിയാൽ മതിയെന്നും അത് ആരായിരിക്കണമെന്ന് ജരാസന്ധൻ തന്നെ തീരുമാനിച്ചു കൊള്ളട്ടെ എന്നും കൃഷ്ണൻ പറഞ്ഞപ്പോൾ അഹങ്കാരിയായ ജരാസന്ധൻ പുച്ഛത്തോടെ കൃഷ്ണനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വെറും ഇടയൻ. അർജുനാണെങ്കിൽ പയ്യൻ. ഭീമനാണെങ്കിലോ നിങ്ങളുടെ കൂട്ടത്തിൽ ശക്തിമാൻ. അവനോട് തന്നെ ആയിക്കളയാം എൻ്റെ ഏറ്റുമുട്ടൽ. അടുത്ത ദിവസം ജരാസന്ധൻ തൻ്റെ ആയുധപ്പുരയിൽ നിന്ന് 2 ഗദകൾ എടുത്തുകൊണ്ടുവന്ന് ഭീമൻ്റെ മുമ്പാകെ വെച്ചിട്ട് പറഞ്ഞു, ഇതിൽ ഏതാണ് നിനക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ എടുത്തുകൊള്ളുക. ഗദായുദ്ധത്തിൽ തുല്യശക്തനായിരുന്നു ഭീമനും ജരാസന്ധനും. ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. കരയോട് ഏറ്റുമുട്ടുന്ന കടൽ പോലെയായിരുന്നു അവരുടെ യുദ്ധം. യുദ്ധവീരം അറിഞ്ഞ് അമാത്യന്മാരും കൊട്ടാര ജീവനക്കാരും കൂടാതെ അനേകം പൗരന്മാരും യുദ്ധക്കളത്തിന് ചുറ്റുമായി തടിച്ചുകൂടി. മുഷ്കരമായ ഗദകൾ തമ്മിൽ കൊണ്ട് പുഷ്കരം പൊട്ടുമാറുള്ളൊരു ശബ്ദവും സിംഹമുള്ളവനായും ഏറ്റുപോരും വണ്ണം സിംഹനാദങ്ങളും ചെയ്തങ്ങനെ ഭാരമടിക്കുകയും ചോരയൊലിക്കുകയും കൂടെ കൊടുക്കുകയും മാടിത്തടുക്കുകയും ചാടിക്കടിക്കുകയും കേടിപ്പഴിക്കുകയും കോടിയൊഴുക്കുകയും മാടി വിളിക്കുകയും നില്ലടാ നോക്കാൻ എങ്ങനെ നുരയ്ക്കുകയും ചെയ്തുകൊണ്ട് പകലും രാത്രിയും ഒരുപോലെ വിശ്രമമോ ആഹാരമോ ഇല്ലാതെ 13 ദിവസം ഭീമനും ജരാസന്ധനും കൂടി പോരാടി. ജരാസന്ധൻ ക്ഷീണിതനാണെന്ന് കണ്ടപ്പോൾ ഇതാണ് തക്കവസരമെന്ന് കൃഷ്ണൻ ഭീമന് സൂചന നൽകി. ഭീമൻ ജരാസന്ധനെ പൊക്കിയെടുത്ത് അനവധി പ്രാവശ്യം വട്ടം കറക്കിയിട്ട് നിലത്തേക്കടിച്ചു. താഴെ വീണു കിടക്കുന്ന അവൻ്റെ ഒരു കാലിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് മറ്റേ കാൽ പിടിച്ചുപൊക്കി ശരീരം 2ആയി കീറിയിട്ടു. ജരാസന്ധൻ്റെ കഥ കഴിഞ്ഞുവെന്ന സന്തോഷത്തോടെ ഭീമൻ തുള്ളിച്ചാടി. അപ്പോൾ താണ്ടെ 2ആയി പിളർന്നു കിടന്നിരുന്ന ജരാസന്ധൻ്റെ ശരീരഭാഗങ്ങൾ ഒന്നായി ചേരുകയും അവൻ മുമ്പത്തേക്കാൾ ശക്തനായിട്ട് ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. ഭീമൻ അന്താളിച്ചു നിന്നുപോയി. പകച്ചു നിൽക്കുന്ന ഭീമനെ കണ്ടപ്പോൾ കൃഷ്ണൻ ഒരു വെറ്റിലയെടുത്ത് അത് നടുവേ കീറി തല തിരിച്ചിട്ട് കാണിച്ചു കൊടുത്തു. ഭീമന് കാര്യം മനസ്സിലായി.
ആദ്യത്തെ ശ്രമം ഫലിക്കാതെ വന്നതിൻ്റെ വാശിയോടെ ഭീമൻ ജരാസന്ധനെ കടന്നു പിടിച്ചു, പൊക്കിയെടുത്ത് നിലത്തടിച്ചു. ഒരു കാലിനുമേൽ ചവിട്ടി നിന്ന് മറ്റേ പാദം കുത്തേറ്റ് കൊണ്ടേറ്റുമാർത്തമായി മേവിന ഹസ്തബീരൻ പന ചീന്തുന്നു പോലെ ഉയർത്തി ചീന്തിയിട്ട് ശരീരത്തിൻ്റെ 2 ഭാഗങ്ങളും തലതിരിച്ചിട്ടു. അതോടെ ജരാസന്ധൻ യമലോകം പോയി. ജരാസന്ധൻ തടവിലാക്കിയിരുന്ന രാജാക്കന്മാരെയെല്ലാം മോചിപ്പിക്കപ്പെട്ടു. അവർ തങ്ങളുടെ രക്ഷകനായ കൃഷ്ണനെ വന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചു. എന്താണ് തങ്ങൾ ഇതിന് പ്രത്യുപകാരമായി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ധർമ്മപുത്രൻ രാജസൂയം നടത്തുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ആ കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിച്ചാൽ മാത്രം മതി. രാജാക്കന്മാരെല്ലാം സന്തോഷത്തോടെ കൃഷ്ണൻ്റെ നിർദ്ദേശം സ്വീകരിച്ചു. ജരാസന്ധൻ്റെ പുത്രനായ സഹദേവനെ മഗധ രാജാവായി അഭിഷേകം ചെയ്തു. അവൻ നൽകിയ വിലപിടിച്ച രത്നങ്ങളുമായി കൃഷ്ണൻ ഭീമാർജുനന്മാരോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി. യുധിഷ്ഠിരൻ എല്ലാവരെയും ആനന്ദബാഷ്പങ്ങളോടെ സ്വീകരിച്ചു. കൃഷ്ണൻ യുധിഷ്ഠിരനോട് യാത്രാനുവാദം വാങ്ങി ദ്വാരകയിലേക്ക് പോകുകയും ചെയ്തു. ജരാസന്ധൻ്റെ മരണത്തോടുകൂടി രാജസൂയത്തിനുള്ള പ്രതിബന്ധമൊഴിഞ്ഞു. മഗധൻ്റെ ശിങ്കിടികളായ രാജാക്കന്മാരെല്ലാം പാണ്ഡവന്മാരുടെ അജയ്യമായ ശക്തി മനസ്സിലാക്കുകയും അവരെ പിന്തുണയ്ക്കാൻ തയ്യാറാവുകയും ചെയ്തു. രാജസൂയത്തിൻ്റെ മുന്നോടിയായി ഭീമനും അർജുനനും നകുലനും സഹദേവനും ചതുരംഗപ്പൊടിയോടുകൂടി 4 ഭാഗത്തേക്ക് ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. കാണ്ഡവദഹന സമയത്ത് അഗ്നി സമ്മാനിച്ച തേരിൽ കയറി അർജുനൻ വടക്കോട്ട് പുറപ്പെട്ടു. ഭീമൻ കിഴക്കോട്ടും നകുലൻ പടിഞ്ഞാറോട്ടും സഹദേവൻ തെക്കോട്ടുമാണ് പോയത്. എല്ലാവിധത്തിലുള്ള പടയോട്ടവും സന്നാഹങ്ങളോടും കൂടിയാണ് പുറപ്പാട്. ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ എതിർപ്പുകളുണ്ടായെങ്കിലും അതൊക്കെ അവസാനിപ്പിച്ച് ജയം കൈവരിക്കാൻ എല്ലാവർക്കും സാധിച്ചു. മിക്ക രാജാക്കന്മാരും എതിർപ്പൊന്നും കൂടാതെ തന്നെ പാണ്ഡവന്മാർക്ക് കീഴടങ്ങി. എല്ലാവരും യുധിഷ്ഠിരനെ കപ്പം കൊടുക്കാൻ സമ്മതിക്കുകയും പലതരത്തിലുള്ള വില പിടിച്ച സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. പാണ്ഡവന്മാർ വിജയശ്രീലളിതരായി ഇന്ദ്രപ്രസ്ഥത്തിൽ മടങ്ങിയെത്തി. 1 നൂറ്റാണ്ടുകാലം ചെലവ് ചെയ്താലും തീരാത്ത വണ്ണമുള്ള ധനസമൃദ്ധി കൈവന്നു കഴിഞ്ഞപ്പോൾ രാജസൂയം നടത്താനുള്ള ആലോചനയിൽ യുധിഷ്ഠിരൻ ശ്രമങ്ങൾ ആരംഭിച്ചു. തദവസരത്തിൽ വിലപിടിപ്പുള്ള അനവധി പാരിതോഷികളുമായി കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു ചേർന്നു. ഇനിയും കാലതാമസം കൂടാതെ രാജസൂയം നടത്തണമെന്ന് കൃഷ്ണൻ യുധിഷ്ഠിരനോട് ഉപദേശിച്ചു. കൃഷ്ണൻ്റെ ഉപദേശം സ്വീകരിച്ച് രാജസൂയത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും തങ്ങളുടെ പുരോഹിതനായ ധൗമ്യൻ്റെ നിർദ്ദേശാനുസരണം തയ്യാറാക്കി കൊടുക്കാൻ സഹദേവനെ ചുമതലപ്പെടുത്തി. യാഗശാല പണിത് അതിൽ ശാസ്ത്രപ്രകാരമുള്ള പൂജ നടത്തി യാഗസജ്ജമാക്കി രാജസൂയത്തിൽ പങ്കെടുക്കാൻ വേദവ്യാസൻ എത്തിച്ചേർന്നു. അദ്ദേഹം സ്വയം ബ്രഹ്മത്വം ഏറ്റെടുത്തു. സുധാമാവ്, യജ്ഞവൽക്യൻ, പൈലമുനി എന്നിവർ പ്രശസ്തരായ ഹോതാക്കൾ അവരുടെ പുത്രവർഗത്തോടും ശിഷ്യന്മാരോടും രാജസൂയത്തിൽ പങ്കെടുത്തു. നകുലനെ ഹസ്തിനപുരത്തിലേക്ക് അയച്ച് ധൃതരാഷ്ട്രൻ, ഭീഷ്മൻ, വിതുരൻ, ദ്രോണൻ, കൃപൻ, ദുര്യോധനൻ തുടങ്ങിയവരെയും ക്ഷണിക്കുകയും അവരെല്ലാം നേരത്തെ തന്നെ എത്തുകയും ചെയ്തു. രാജദൂതന്മാർ നാടുതോറും പോയി ബ്രാഹ്മണർ, രാജാക്കന്മാർ, വൈശ്യർ, ശൂദ്രപ്രമാണിമാർ എന്നിവരെ ക്ഷണിച്ചു. അവരും വന്നു ചേർന്നു. ധർമ്മപുത്രൻ യാഗദീക്ഷ കൈക്കൊണ്ട് യജ്ഞശാലയിൽ പ്രവേശിച്ചു. യജ്ഞം മുറ പോലെ ആരംഭിച്ചു. രാജസൂയം 34 മാസക്കാലം നീണ്ടുനിന്നു. യജ്ഞാന്തത്തിൽ ദശോപചാരങ്ങളിൽ പ്രധാനമായി അർഘ്യം കൊടുത്ത് പൂജിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഭീഷ്മൻ പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, ആചാര്യൻ, ഗൃതിക്ക്, ബന്ധു, സ്നാതകൾ, സ്നേഹിതൻ, ഭൂപൻ എന്നിങ്ങനെ 6 കൂട്ടരാണ് അർഘ്യർഹർ. വളരെ കാലമായി ഇവിടെ പാർക്കുന്നവരാണെങ്കിലും അവരെ നാനാദികളെ പോലെ പൂജിക്കേണ്ടതാണ്. എന്നാൽ അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനാണ് ആദ്യം അർഘ്യം കൊടുക്കുക. യുധിഷ്ഠിരൻ ചോദിച്ചു, പിതാമഹ, ഞാൻ ആർക്കാണ് ആദ്യം അർഘ്യം കൊടുക്കേണ്ടത്? ഭീഷ്മൻ പറഞ്ഞു, ഭൂമിയിൽ വെച്ച് ഏറ്റവും മാന്യനായവൻ കൃഷ്ണനാണ്. ഇവൻ ശക്തിയായാലും മഹത്വത്തിലും പരാക്രമത്തിലും എല്ലാവരെക്കാളും മുമ്പാണ്. ഇവൻ സൂര്യനും കാറ്റില്ലാത്തിടത്തുമാണ് നിൽക്കേണ്ടതും അവൻ കാറ്റുമാണ്. ഭീഷ്മൻ്റെ നിർദ്ദേശപ്രകാരം സഹദേവൻ ദ്വാരകാനാഥനായ യഥാവധി ഉത്തമമായ അർഘ്യം നൽകി. ശാസ്ത്രപ്രകാരം കൃഷ്ണൻ അത് സ്വീകരിച്ചു. വാസുദേവപുത്രനെ അഗ്രപൂജ ചെയ്ത് ബഹുമാനിച്ചത് ചേതി രാജാവായ ശിശുപാലന് ഒട്ടും രസിച്ചില്ല. അദ്ദേഹം കോപം കൊണ്ട് പൊട്ടിത്തെറിച്ചു. ശിശുപാലൻ പറഞ്ഞു, വൃഷ്ണിവംശജനായ കൃഷ്ണൻ രജപൂജയ്ക്ക് അർഹനല്ല. ഹേ ധർമ്മപുത്ര, മഹാന്മാരായ പാണ്ഡവന്മാർക്ക് ചേർന്നതല്ല ഈ പ്രവൃത്തി. ഹേ ഭീഷ്മ, നീ എന്തുകൊണ്ടാണ് കൃഷ്ണന് അഗ്രപൂജ നടത്തി അവന് അർഘ്യം നൽകി ബഹുമാനിക്കാൻ ഉപദേശിച്ചത്?
വൃദ്ധനെന്ന നിലയ്ക്കാണെങ്കിൽ വാസുദേവൻ ഇവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ മകനായ കൃഷ്ണൻ എങ്ങനെ പൂജയ്ക്ക് അർഹനാകും? അതല്ല, ബന്ധുവെന്ന നിലയ്ക്കാണെങ്കിൽ ധ്രുവൻ ഇവിടെയുള്ളപ്പോൾ കൃഷ്ണൻ എങ്ങനെ പൂജ്യനാകും? ആചാര്യൻ എന്ന നിലയ്ക്കാണെങ്കിൽ അർഘ്യം ആദ്യം ദ്രോണർക്കല്ലേ നൽകേണ്ടത്? ഗ്രിക്കെന്ന നിലയ്ക്കാണെങ്കിൽ വേദവ്യാസൻ ഇവിടെയുള്ളപ്പോൾ മറ്റാർക്കെങ്കിലും അതിന് അർഹതയുണ്ടോ? ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ആണെങ്കിൽ സർവജ്ഞനായ അശ്വത്ഥാത്മാവിനെ പൂജിക്കേണ്ടതാണ്. കൃപാചാര്യക്കാൾ കൂടുതൽ കൃഷ്ണനെ ബഹുമാനിച്ചത് ഉചിതമായോ? രാജേന്ദ്രൻ എന്ന നിലയ്ക്കാണെങ്കിൽ പുരുഷശ്രേഷ്ഠനായ രാജേന്ദ്രൻ ദുര്യോധനല്ലേ? ദുർഷദാഷ്ടനായ ഭീഷ്മനുള്ളപ്പോൾ, പാണ്ഡുതുല്യനായ രുക്മിയുള്ളപ്പോൾ, മാദ്രേയനായ ശല്യനുള്ളപ്പോൾ അവരെല്ലാം വീട്ടിട്ട് കൃഷ്ണനെ പൂജിച്ചത് ശരിയാണോ? കൃഷ്ണൻ രാജാവല്ല, ആചാര്യനല്ല, കൃതിക്കല്ല, പിന്നെ എന്തുകൊണ്ട് പൂജിച്ചു? സേവയ്ക്ക് മാത്രം അവനെ പൂജിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ പിന്നെ രാജാക്കന്മാരായ ഞങ്ങളെ വരുത്തി എന്തിനാണ് അപമാനിച്ചത്? ഞങ്ങൾ യുധിഷ്ഠിരന് കപ്പം കൊടുത്ത് അയാളെ ചക്രവർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ചത് അവൻ ധർമാത്മാവാണെന്ന് കരുതിയാണ്. എന്നാൽ അവൻ അതെല്ലാം കളഞ്ഞു കുളിച്ചിരിക്കുന്നു. അവൻ ധർമ്മച്യുതിയനായിരിക്കുന്നു. ഹേ കൃഷ്ണ, ജരാസന്ധനെ ചതിച്ചു കൊന്ന കൊലപാതകയല്ലേ നീ? അഗ്രപൂജയ്ക്ക് അർഹനായ നീ അത് സ്വീകരിച്ചത് ശരിയാണോ? ഹബിസിൻ്റെ ഭാഗം ആരുമില്ലാത്ത തക്കം നോക്കി തിന്നുന്ന നായെപ്പോലെ നാണമില്ലാതെ നീ യോഗ്യത നടിക്കുന്നു. രാജാവല്ലാത്ത നിനക്ക് എങ്ങനെ രാജപൂജ ചേരും? നപുസകം പെണ്ണിനെ വേളി കഴിച്ചതുപോലെയാണിത്. ചേതി രാജാവ് ക്രോധത്തോടെ എഴുന്നേറ്റ് മറ്റു രാജാക്കന്മാരെയും വിളിച്ചുകൊണ്ട് സഭാതലം വിട്ടിറങ്ങുവാൻ ഭാവിച്ചു. ഇത് കണ്ട് യുധിഷ്ഠിരൻ ശിശുപാലനെ സമീപിച്ചു. അനുനയ വാക്കുകൾ കൊണ്ട് അയാളെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീഷ്മന് കൃഷ്ണനെ നന്നായി അറിയും. അതുകൊണ്ടാണ് കൃഷ്ണന് അഗ്രപൂജ ചെയ്യാൻ അദ്ദേഹം ഉപദേശിച്ചത്. പരമമായ ധർമ്മം അറിയാതെ പറയുന്നതല്ല ഭീഷ്മർ. ഭീഷ്മനെ അപമാനിച്ചു പറയരുത്. ഭവാനേക്കാൾ പ്രായം കൂടുതലുള്ള എത്രയോ മാനവേന്ദ്രന്മാർ ഈ സദസ്സിലുണ്ട്. അവരെല്ലാം കൃഷ്ണസൽക്കാരം പൊറുക്കുന്നല്ലോ. നീയും അപ്രകാരം പൊറുക്കുക. ഭീഷ്മൻ ശിശുപാലൻ്റെ ഫത്സനം കേട്ടിട്ടും അചഞ്ചലമായി ഇരുന്നതേയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, യുധിഷ്ഠിര, ശിശുപാലനോട് എന്തിനു സാന്ത്വന വാക്കുകൾ പറയുന്നു? ഇവൻ അതർഹിക്കാത്ത മൂഢനാണ്. കൃഷ്ണൻ നമുക്ക് മാത്രമല്ല അർച്ചൻ. അച്യുതൻ 3 ലോകത്തിലും എല്ലാവർക്കും അർച്ചനാണ്. അവനിൽ വിശ്വമാകെ സ്ഥിതി ചെയ്യുന്നു. ചേതി രാജാവോ മോഹം കൊണ്ടോ ബന്ധുവഴിക്കോ സഹായിച്ച വീഴ്ച നോക്കിയോ അല്ല ജനാർദ്ദനനെ അർപ്പിച്ചത്. ഇവൻ അർച്ചനായതുകൊണ്ടാണ്. മനുഷ്യലോകത്തിൽ കൃഷ്ണനല്ലാതെ പൂജ്യനായി മറ്റാരുണ്ട്? ലോകത്തിൻ്റെ ഉൽപ്പത്തിയും പ്രളയവും കൃഷ്ണനിൽ നിലനിൽക്കുന്നു. ശിശുപാലന് അതൊന്നും അറിഞ്ഞുകൂടാ. അവൻ ഒന്നും കാണാൻ കഴിയില്ലാത്ത ബാലനാണ്. അവൻ വിചാരിക്കുന്നു ഈ പൂജ ശരിയല്ലെന്ന്. അങ്ങനെ അവൻ തോന്നുന്നെങ്കിൽ അവൻ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ. അഗ്രപൂജ ചെയ്തത് സഹദേവനാണല്ലോ. ശിശുപാലൻ്റെ നീചമായ വാക്കുകൾ അവനെ അരിശം കൊള്ളിച്ചു. അവൻ പറഞ്ഞു, കേശവനെ പൂജിച്ചത് ഇവിടെ കൂടിയിരിക്കുന്ന ഏതു രാജാവിനാണ് സഹിക്കാത്തത്? അവരുടെ മൂർധാവിൽ ഞാൻ ചവിട്ടുന്നു. അവൻ എനിക്ക് വന്ധ്യനാണ്. നാരദ മഹർഷി ഇത്തരുണത്തിൽ എല്ലാവരോടുമായി പറഞ്ഞു, പങ്കജാക്ഷനായ കൃഷ്ണനെ അർച്ചിക്കാത്ത മനുഷ്യർ ജീവശവങ്ങളാണ്. അവരോട് ആരും മിണ്ടരുത്. സഹദേവൻ കൃഷ്ണപൂജ നടത്തി അവസാനിപ്പിച്ചു. ശിശുപാലൻ്റെ ക്രോധം വർദ്ധിച്ചു. അവൻ രാജസൂയം മുടക്കാൻ തീരുമാനിച്ചു. അവൻ രാജാക്കന്മാരോട് ആക്രോശിച്ചു, ഞാൻ നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാണ്. പാണ്ഡവന്മാരെ എതിർക്കണം. ഏതാനും രാജാക്കന്മാർ ശിശുപാലനോട് ചേർന്ന് പാണ്ഡവന്മാരെ എതിർക്കുന്നതിനും യാഗം മുടക്കുന്നതിനും സന്നദ്ധരായി. സദസ്സിൽ ആകെ കൂടി ഒരിളക്കമുണ്ടായി. യുധിഷ്ഠിരൻ ഭീഷ്മരോട് പറഞ്ഞു, പിതാമഹ, യാഗം മുടങ്ങരുത്. ലോകർക്ക് ക്ഷേമമുണ്ടാകണം. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാലും. ഭീഷ്മർ പറഞ്ഞു, യുധിഷ്ഠിര, നീ പേടിക്കേണ്ട. ഉറങ്ങുന്ന സിംഹത്തെ കണ്ട് കുരയ്ക്കുന്ന നായ്ക്കളാണ് ശിശുപാലനും അവൻ്റെ സഹായികളും. സിംഹം ഉണർന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് മാത്രമേ നായ്ക്കൾ കുരയ്ക്കുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ ശിശുപാലൻ്റെ സമനില തെറ്റി. അവൻ രോക്ഷം മുഴുവൻ ഭീഷ്മരോടായി പറഞ്ഞു, നപുംസക പ്രകൃതിയായ പടു കിഴവ, അന്ധന്മാരെ പിന്നിൽ കൊണ്ടു നടക്കുന്ന അന്ധനെപ്പോലെയാണ് നീ പെരുമാറുന്നത്. നീ നടക്കുന്നു, പിന്നെ അവരും. എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ കുഴിയിൽ വീഴും. കൃഷ്ണനെ നീ സ്തുതിക്കുന്നു. നീയാണോ ജ്ഞാനവൃദ്ധൻ? ഇവൻ കുട്ടിയായിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പുറ്റുപോലുള്ള ഗോവർദ്ധനക്കുന്ന് 7 ദിവസം പൊക്കിപ്പിടിച്ചത്രേ. ഹോ, എന്തൊരു ധീരപ്രവൃത്തി! ഭീഷ്മ, നീ എന്തെല്ലാം അധർമ്മം പ്രവർത്തിച്ചിട്ടുണ്ട്, എന്തെല്ലാം അധർമ്മത്തിൽ കൂട്ടുനിന്നിട്ടുണ്ട്. അമ്പയെ അപഹരിച്ചു കൊണ്ടുവന്ന് അവളെ അഗതിയാക്കിയില്ലേ? വിചിത്രവീരൻ്റെ ഭാര്യമാരിൽ മറ്റുള്ളവരെ കൊണ്ട് സന്തതികൾ ജനിപ്പിക്കാൻ നീ കൂട്ടുനിന്നില്ലേ? എന്നിട്ടും അഭിമാനിക്കുന്നു.
ധർമ്മജ്ഞനാണെന്ന്. ഭീഷ്മരുടെ നേരെ ശകാരവർഷം ചൊരിയുന്ന ശിശുപാലനോട് ഏറ്റുമുട്ടാൻ ഭീമൻ തയ്യാറായി. അവൻ്റെ കണ്ണുകൾ ചുവന്നു. അവൻ പല്ലുകടിച്ചു. കൈകൾ കൂട്ടിയിരിച്ച് അവൻ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു. എന്നാൽ ഭീമനെ നോക്കി പറഞ്ഞു, സമാധാനിപ്പിച്ചു. ഭീഷ്മരുടെ വാക്കുകൾ മൗനം പാലിച്ചു. ഭീഷ്മർ ശിശുപാലൻ്റെ ജനനത്തെപ്പറ്റിയും മറ്റും ഭീമനോട് വിസ്തരിച്ചു പറഞ്ഞു. ചേതി രാജവംശത്തിൽ പിറന്ന ഇവൻ 3 കണ്ണും 4 കൈയുമായിട്ടാണ് പിറന്നത്. ഇവൻ്റെ വികൃതരൂപം കണ്ടപ്പോൾ ഇവനെ ഉപേക്ഷിക്കാൻ ഇവൻ്റെ അച്ഛനന്മാർ തീരുമാനിച്ചു. അപ്പോൾ ഇപ്രകാരം ഒരു അശരീരിയുണ്ടായി. ഹേ മഹാരാജാവേ, നിന്റെ പുത്രനായ ഇവൻ ശ്രീമാനും മഹാശക്തനുമാകും. ഭയപ്പെടേണ്ടതില്ല. ഇവനിപ്പോൾ മരിക്കുകയില്ല. ഇവനെ കൊല്ലാൻ ഒരുവൻ ജനിച്ചിട്ടുണ്ട്. ഇപ്രകാരം പറഞ്ഞ് മറഞ്ഞിരുന്ന ഭൂതത്തോട് ഇവൻ്റെ അമ്മയായ ശ്രുതിസ്രവസ് ചോദിച്ചു, എൻ്റെ മകനെ ദേവനോ മനുഷ്യനോ ആരാണ് കൊല്ലുക? വാസ്തവം പറയണേ. ഭൂതം പറഞ്ഞു, ഇവനെ എടുത്ത് ആര് മടിയിൽ വയ്ക്കുമ്പോൾ ഇവന് കൂടുതലും ഉള്ള 2 കൈകളും പൊഴിഞ്ഞു പോകുമോ അവരെ കാണുമ്പോൾ ഇവൻ്റെ 3ാമത്തെ കണ്ണ് ഇല്ലാതായിത്തീരും. അവനായിരിക്കും ഇവൻ്റെ അന്തകൻ. രാജാവിന് വിചിത്രമായ ഒരു കുട്ടി പിറന്ന വിവരം എല്ലാവരും അറിഞ്ഞു. ബന്ധുക്കളും സുഹൃത്തുക്കളായ രാജാക്കന്മാരും കുട്ടിയെ കാണാൻ വന്നു. അങ്ങനെ വന്നവരുടെയെല്ലാം മടിയിൽ ഇവൻ്റെ അച്ഛൻ ഇവനെ ഇരുത്തി നോക്കി. എന്നാൽ ഭൂതം പറഞ്ഞ മാതിരി അനുഭവമൊന്നും ഉണ്ടായില്ല. ഇവൻ ജനിച്ച വിവരം ഇവൻ്റെ അമ്മാവന്മാരായ ബലരാമനും ശ്രീകൃഷ്ണനും അറിഞ്ഞു. അവർ ഇവനെ കാണാനെത്തി. അപ്പോൾ നിന്റെ ചിറ്റമ്മ, അതായത് ശ്രുതിസ്രവ, ഇവളുടെ കുന്തിയുടെ ഇളയ സഹോദരിയാണ്. ശ്രുതിസ്രവസ് കുന്തിയുടെ ഇളയ സഹോദരിയാണ്. ഇവൻ കൃഷ്ണൻ്റെ മടിയിലിരുത്തി. ഉടൻ തന്നെ അധികമുള്ള 2 കൈകളും കൊഴിഞ്ഞു വീണു. നെറ്റിയിലെ കണ്ണും മറഞ്ഞു. ഇത് കണ്ടപ്പോൾ ഭൂതം പ്രവചിച്ചതനുസരിച്ച് കൃഷ്ണനായിരിക്കും ഇവൻ്റെ അന്തകൻ എന്ന് ശ്രുതിസ്രവനു മനസ്സിലായി. അവൾ കൃഷ്ണനോട് യാചിച്ചു, കൃഷ്ണ, നീ എൻ്റെ സഹോദരൻ്റെ പുത്രനല്ലോ. ഇവൻ ചെയ്യുന്ന കുറ്റങ്ങൾ നീ പൊറുക്കണം. കൃഷ്ണൻ പറഞ്ഞു, അപ്പച്ചി, നിങ്ങൾ വ്യസനിക്കേണ്ട. ഇവൻ ചെയ്യുന്ന 100 തെറ്റുകൾ ഞാൻ പൊറുക്കുന്നതായിരിക്കും. അതിൽ കൂടുതൽ തെറ്റുകൾ തൻ്റെ പുത്രൻ ചെയ്യുകയില്ലെന്ന് ഉറപ്പിച്ച് ആ സാധ്യയായ സ്ത്രീ സമ്മതിക്കുകയും സമാധാനിക്കുകയും ചെയ്തു. ഇതാണ് ഇവൻ്റെ ജനന ചരിത്രം. ഭീഷ്മർ പറഞ്ഞു നിർത്തി. ശിശുപാലൻ അപ്പോഴും ഭീഷ്മരെയും കൃഷ്ണനെയും പാണ്ഡവന്മാരെയും നിശിതമായ ഭാഷയിൽ ഫത്സിച്ചുകൊണ്ടിരുന്നു. അവൻ അവരെയെല്ലാം പോരിന് വിളിച്ചു. മതമിളകി നിൽക്കുന്ന ഒരു ആനയെപ്പോലെ അവൻ അസ്വസ്ഥനായി ഇളകിയാടിക്കൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, കൃഷ്ണൻ്റെ കോപം കൊണ്ട് എനിക്കൊരു ചുക്കും വരാനില്ല. അവൻ്റെ പ്രസാദം കൊണ്ട് എനിക്കൊന്നും വേണ്ടതാനും. ധൈര്യമുണ്ടെങ്കിൽ അവൻ എന്നോട് പോരിനിറങ്ങട്ടെ. കൃഷ്ണൻ്റെ ക്ഷമ നശിച്ചു. തന്നെയുമല്ല, അദ്ദേഹം തൻ്റെ അപ്പച്ചിക്ക് കൊടുത്ത വാക്കു പാലിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. കൃഷ്ണൻ്റെ നേർക്കുള്ള ഇപ്പോഴത്തെ ആക്രമണം ശിശുപാലൻ്റെ 101ാമത്തെ തെറ്റായിരുന്നു. മുമ്പ് പല പ്രാവശ്യങ്ങളായി ഇവൻ കൃഷ്ണനോട് 100 തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം അത് ക്ഷമിക്കുകയായിരുന്നു. കൃഷ്ണൻ ഒരു നിമിഷം ധ്യാനനിരതനായി. അടുത്ത നിമിഷത്തിൽ കൃഷ്ണൻ്റെ കയ്യിൽ ചക്രായുധം കാണപ്പെട്ടു. എല്ലാവരും നോക്കി നിൽക്കെ കൃഷ്ണൻ ചക്രായുധം ശിശുപാലൻ്റെ നേർക്കയച്ചു. അവൻ്റെ ശിരസ് മുറിഞ്ഞു താഴെ വീണു. അതിൽ നിന്നുയർന്ന അഭവമായ തേജസ് കൃഷ്ണനിൽ ചെന്ന് ലയിച്ചു. ശിശുപാലൻ്റെ ജഡം രാജോചിതമായ ബഹുമതികളോടെ സംസ്കരിക്കുന്നതിന് ഏർപ്പാട് ചെയ്തു. ശിശുപാലൻ്റെ പുത്രനെ ആ സദസ്സിൽ വെച്ചു തന്നെ രാജാവായി അഭിഷേകം ചെയ്തു. രാജസൂയം മംഗളമായി സമാധാനിച്ചു. യുധിഷ്ഠിരൻ ചക്രവർത്തിയായി. യജ്ഞത്തിൽ സംബന്ധിച്ചിരുന്ന രാജാക്കന്മാരെല്ലാം അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി. കൃഷ്ണൻ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയും യാത്ര പറയുകയും ചെയ്തു ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. ദുര്യോധനനും രാജസൂയത്തിലുണ്ടായ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ദുര്യോധനൻ ഏതാനും നാളുകൾ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ പാർത്തു. കൂടെ അമ്മാവനായ ശകുനിയും ഉണ്ടായിരുന്നു. രാജസൂയത്തിൻ്റെ തിരക്കിനിടയിൽ ഇന്ദ്രപ്രസ്ഥവും മയൻ പുതുതായി പണിത സഭാമന്ദിരവും മറ്റും അവർക്കും ശരിക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം അവർ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. സ്ഥലഭ്രംശം സൃഷ്ടിക്കുന്ന വിധത്തിലായിരുന്നു സഭയുടെ പണി. ജലമുണ്ടെന്ന് തോന്നിക്കുന്നിടത്ത് ജലമില്ല, ജലമുള്ള സ്ഥലത്തു ജലമുണ്ടെന്ന് തോന്നുകയുമില്ല. ദുര്യോധനും ശകുനിയും കൂടി സഭ കണ്ടു നടക്കുമ്പോൾ ഒരിടത്ത് ഉണ്ടെന്ന് ധരിച്ച് അവർ വസ്ത്രങ്ങളെല്ലാം ചെരിച്ചു കയറ്റി നടന്നു. അങ്ങനെ അല്പം നടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തെറ്റു മനസ്സിലായി. മറ്റൊരിടത്ത് ചെന്നപ്പോൾ വെള്ളമില്ലെന്ന് ധരിച്ച് മുന്നോട്ട് അവർ പെട്ടെന്ന് വെള്ളത്തിൽ വീണു. വസ്ത്രമെല്ലാം നനഞ്ഞു. നനഞ്ഞ വസ്ത്രം മാറ്റുന്നതിന് ധർമ്മപുത്രർ വേറെ വസ്ത്രം വരുത്തി കൊടുത്തു. ദുര്യോധനനും ശകുനിയും പറ്റിയ അമളി കണ്ട് ദ്രൗപദിയും ഭീമനും കൈകൊട്ടി ആർത്താർത്ത് ചിരിച്ചു. ഇത് ദുര്യോധന് അസഹ്യമായിരുന്നു. അതുപോലെ തന്നെയാണ് അടച്ചു കിടക്കുന്ന വാതിൽ തുറന്ന മട്ടിലും തുറന്നു കിടക്കുന്ന വാതിൽ അടച്ച മട്ടിലും തോന്നത്തക്ക വിധത്തിൽ ചില പണികൾ സഭയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
അടച്ചുകിടന്ന സ്ഫടികവാതിൽ തുറന്നിരിക്കുമെന്ന ധാരണയിൽ ദുര്യോധനൻ വാതിൽ കടക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ തട്ടി വീണു. ഒരിടത്ത് തുറന്നു കിടക്കുന്ന സ്ഫടിക നിർമ്മിതമായ വാതിൽ അടച്ചിരിക്കുകയാണെന്നുള്ള ധാരണയിൽ അകത്തേക്ക് കയറാതെ പിന്മാറി. ഇതും പാണ്ഡവരുടെ പരിഹാസത്തിന് കാരണമായി. അങ്ങനെ ദ്രൗപദിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ദുര്യോധനൻ്റെ തൊലി ഉരിഞ്ഞു പോകുന്ന തരത്തിൽ ദുര്യോധനൻ ആകെ ക്ഷമയെല്ലാം നശിച്ച് അസ്വസ്ഥനായി ഇങ്ങനെ അലറി വിളിക്കുന്ന രീതിയിൽ അസ്വസ്ഥനായി ഇങ്ങനെ നടക്കുകയാണ്. ഇപ്രകാരം പല വിധത്തെ അമളി പറ്റിയ പരിഹാസപാത്രമായി ദുര്യോധനൻ ശകുനിയും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഹസ്തിനപുരിയിലേക്ക് മടങ്ങുകയാണ്. ഗൃഹത്തിലെത്തിയ ദുര്യോധനൻ സദാ പാണ്ഡവരുടെ ഐശ്വര്യത്തെപ്പറ്റി ഓർത്ത് മനസ്സ് പുണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മുഖത്ത് വിഷാദം തളം കെട്ടി നിൽക്കുന്നു. എപ്പോഴും നെടുവീർപ്പ് കൊണ്ട് എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറിയുന്ന ദുര്യോധനെ സമീപിച്ച് ശകുനി അവൻ്റെ ഖേദമായ കാരണം തിരക്കി. അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ്. നന്ദി, നമസ്കാരം.